ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കോഴ്സസ് ലിത്വാനിയയിൽ പഠിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. സോ ബിഫോർ ഗോയിങ് ഫർദർ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബി റെഡി വിത്ത് യുവർ പെൻ ആൻഡ് പേപ്പർ ആൻഡ് ടേക്ക് എ ലോട്ട് ഓഫ് നോട്ട്സ്. സോ ആദ്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തിനാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോയി, ലിത്വാനിയ പോട്ടെ ഏതെങ്കിലും കൺട്രിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? സോ കോമൺ ആയിട്ട് അതിൽ നിന്ന് രണ്ട് റീസൺസ് ആണ് നമുക്ക് കിട്ടുക. ഫസ്റ്റ് റീസൺ, വേൾഡ് ക്ലാസ് ടോപ്പ് റാങ്ക്ഡ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാനുള്ള ആഗ്രഹം. നമുക്കറിയാം, ഇന്ത്യയിൽ ഏകദേശം 20 ലക്ഷത്തിന് മേളിൽ സ്റ്റുഡൻസ് ആണ് IIT പോലുള്ള എൻട്രൻസ് എഴുതുന്നത്. എന്നാൽ 16,000 സീറ്റേ ആകെ ഉള്ളൂ. സോ അവിടേക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ടഫ് പാർട്ടാണ്. ബാക്കി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് അല്ലെ വേൾഡ് ക്ലാസ് എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു നിലവാരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അവൈലബിലിറ്റിയും ഇന്ത്യയിൽ കുറവാണ്. സെക്കൻഡ് റീസൺ, ഇതായിരിക്കാം മജോറിറ്റി സ്റ്റുഡൻസിൻ്റെയും ഫേവറേറ്റ് റീസൺ, ഒരു ഹയർ സാലറി. നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോഴും ആവറേജ് ഒരു എഞ്ചിനീയറിൻ്റെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് എറൗണ്ട് ഒരു 3 to 4 lakh ആണ്. അത് മെക്കാനിക്കൽ, സിവിൽ പോലുള്ള ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ മന്ത്ലി സാലറി ഒരു 20,000 അപ്പുറം സ്റ്റാർട്ടിങ് സാലറി വളരെ റെയറാണ്. സോ റീസെൻറ്റ് സർവേസ് ആണെങ്കിലും പറയുന്നത് ഒരു ഹയർ സ്റ്റാർട്ടിങ് സാലറീസ് ഇന്ത്യയിൽ മാക്സിമം ഒരു 5 lakh കൂടുതൽ പോവില്ല. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ വളരെ അംബീഷ്യസ് ആണ്. സോ ഹയർ സ്റ്റാർട്ടിങ് സാലറീസ് അവർക്കറിയാം, വിദേശത്ത് പോയാൽ അത് ഈസിലി അവൈലബിൾ ആണ്. എന്നാൽ വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. സോ ആ ഒരു കേസിലാണ് ലിത്വാനിയ ഇവിടെ വേറിട്ട് നിൽക്കുന്നത്. സോ റീസൺ നമ്പർ 1, ലിത്വാനിയയിൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ലിത്വാനിയയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽനിയസ് യൂണിവേഴ്സിറ്റി, വിൽനിയസ് ടെക് യൂണിവേഴ്സിറ്റി, കൗനാസ് ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, VMU വൈറ്റാറ്റിസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി, ഈ 4 എണ്ണമാണ്. ഇത് കൂടാണ്ട് വേറെ നിരവധി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ 4 എണ്ണം ഗ്ലോബലി തന്നെ അറൗണ്ട് ഒരു 750 റാങ്കിന് അകത്ത് വരുന്നതാണ്. അതിപ്പോൾ QS റാങ്കിങ് ആണെങ്കിലും ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ് ആണെങ്കിലും. ഞാനിപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിൻ്റെ ഒക്കെ തന്നെ റാങ്കിങ് നമ്മുടെ IITസിനേക്കാളും ഒരു ലെവൽ മുകളിലോ അല്ലെ അതിനോട് സെയിം ലെവലോ നിൽക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, വിൽനിയസ് ടെക് യൂണിവേഴ്സിറ്റി. വിൽനിയസ് ടെക് യൂണിവേഴ്സിറ്റിക്ക് ഗ്ലോബലി തന്നെ എല്ലാ കൺട്രീസിലും, മേജർ കൺട്രീസിലെല്ലാം തന്നെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസ് ആയിട്ട് അവർക്കൊരു ടൈപ്പ് ഉണ്ട്. സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ചും ഫാക്കൽറ്റി എക്സ്ചേഞ്ചും ഒക്കെ നടത്താറുണ്ട്. സോ ഇന്ത്യയിൽ ഈ യൂണിവേഴ്സിറ്റിക്ക് ടൈപ്പ് ആയിട്ടുള്ളത് IIT ഡൽഹി ആയിട്ടാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു റേഞ്ചും ക്വാളിറ്റിയും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എഞ്ചിനീയറിംഗിന് ലിത്വാനിയ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് റീസണാണ് ഫീസ്. ലിത്വാനിയയിൽ ഈ വേൾഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ തന്നെ ഫീസ് വരുന്നത് അറൗണ്ട് ഒരു 3,000 euro to 5,000 euro റേഞ്ചിലാണ്. അതായത് ഒരു 2,70,000 തൊട്ട് ഒരു 4.5 ലക്ഷം രൂപ വരെ ആനുവൽ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. നമ്മൾ ഇന്ത്യയിലത്തെ തന്നെ ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പോകുന്ന, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ SRMO, വേൾടെക്കോ, വെയിൽസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ഫീസ് തന്നെയാണ് ഇവിടെയും വരുന്നുള്ളൂ. ബട്ട് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നും ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തേർഡ് പോയിന്റ്, എൻട്രി റിക്വയർമെൻറ്റ്സ്. നമുക്കറിയാം, റാങ്കിങ് കൂടിയ അല്ലെങ്കിൽ പ്രശസ്തി കൂടിയ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ പൊതുവെ വളരെ ടഫായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ IITs NITസിൻ്റെ കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. ബട്ട് ഗ്ലോബലി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ US-ലും UK-ലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്ക വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ACTയും SATും തുടങ്ങിയ ടെസ്റ്റുകൾ വേണ്ടി വരും. ഇനി മറ്റു പല യൂണിവേഴ്സിറ്റികൾ അവരുടേതായിട്ടുള്ള ടെസ്റ്റും ഇട്ട് കാണാറുണ്ട്. ചിലയിടത്ത് IELTSഉം അതുപോലുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും മാൻഡേറ്ററി ആണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് എഗെയിൻ നമ്മൾ ലിത്വാനിയയിലേക്ക് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ ടെസ്റ്റുകളോ അങ്ങനെയുള്ള നമുക്ക് വലിയ ഹാർഡിൽസ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെന്നുള്ളതിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ മാത്രം മതിയാവും. മിക്കവാറും കേസിൽ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും അവിടെ ഉണ്ടാവുക. മാത്സിലോ ഫിസിക്സിലോ ഉള്ളൊരു ടെസ്റ്റും ഉണ്ടാകും. മിനിമം ആപ്റ്റിറ്റ്യൂഡ് സബ്ജക്റ്റിലുണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണത്. സോ അതുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ഗുഡ് ടു ഗോ. ഫോർത്ത് പോയിന്റ്, എനിക്ക് ഉറപ്പാണ് ഒരു
ഹയർ ഇൻകം കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇതായിരിക്കും ഫേവറേറ്റ് പോയിന്റ്. ലിത്വാനിയ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ലിത്വാനിയയിൽ മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റി തേടാൻ വേണ്ടി പറ്റുക. 29 ഷെങ്കൻ കൺട്രീസ് അവർക്ക് വേണ്ടി ഓപ്പൺ ആണ്. സോ നമുക്ക് ഷെങ്കൻ വിസ ഉള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജോബ് സെർച്ച് ഇത്രയും കൺട്രീസിൽ ഓപ്ഷൻ ഉണ്ട്. ബട്ട് ഇത്രയും കൺട്രീസിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം യൂറോപ്പിലെ ഏറ്റവും ഹൈ പേയിങ് എക്കണോമീസ് ആയിട്ടുള്ള ലക്സംബർഗ്, ഡെൻമാർക്ക്, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ കൺട്രീസിൽ എൻജിനീയറിങ്ങിനുള്ള സ്കോപ്പും അവിടുത്തെ ആവറേജ് സാലറീസും ഓവർ ഒരു 30,000 യൂറോയാണ് സ്റ്റാർട്ടിങ് സാലറീസ് തന്നെ വരുന്നത്. സോ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഇയർ ഫീസ്, അതായത് അറൗണ്ട് ഒരു 3 to 4 ലാക്ക് നമുക്ക് 1 ഇയർ ഫീസ് എങ്കിൽ അത് നമുക്കൊരു മന്ത്ലി സാലറി ആയിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി യൂറോപ്പിൽ ഈസിലി അവൈലബിൾ ആണ്. പോയിന്റ് നമ്പർ 5, ലിവിങ് എക്സ്പെൻസസ്. ലിത്വാനിയ വളരെ ചെറിയൊരു കൺട്രിയാണ്. ലിവിങ് എക്സ്പെൻസസും വളരെ കുറവാണ്. അറൗണ്ട് ഒരു 25,000 മതിയാവും മന്ത്ലി നമ്മുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ. ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് പാർട്ട് ടൈം ജോബ് അല്ല, ഫുൾ ടൈം ജോബ് തന്നെ ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനാണെങ്കിലും ഫുൾ ടൈം ജോബ് ചെയ്യാൻ അവൈലബിൾ ആണ്. ബട്ട് അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നമുക്ക് എത്രയാണോ നമ്മുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള അതിന് മാത്രം നമ്മൾ ഏൺ ചെയ്യുക. ദെൻ വെക്കേഷൻസ് ഉള്ള ടൈമിൽ മാക്സിമം അത് ഏണിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് അക്കോമഡേഷൻ. മിക്കവാറും നമുക്കറിയാം ഫോറിനിൽ പോകുന്ന പല സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ചൂസ് ചെയ്യാറില്ല, കാരണം വളരെ കോസ്റ്റ്ലിയാണ്. ബട്ട് അവിടെയും ലിത്വാനിയ വ്യത്യസ്തമാവുകയാണ്. ലിത്വാനിയയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് സ്വന്തം യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ തന്നെയായിരിക്കും മജോറിറ്റി സ്റ്റുഡൻസും ചൂസ് ചെയ്യുക. കാരണം അറൗണ്ട് ഒരു 120 to 140 യൂറോ മന്ത്ലി റെൻറ്റിന് തന്നെ നല്ല അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ പോസിബിൾ ആണ്, വിത്ത് AC, വൈഫൈ, കിച്ചൺ ഫെസിലിറ്റീസ് എല്ലാം ഉൾപ്പെടെ. ഇനി എഞ്ചിനീയറിംഗ് സ്ട്രീംസിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള AI, റോബോട്ടിക്സ്, ഇൻഫർമേഷൻ സിസ്റ്റംസ് തുടങ്ങിയ ഫീൽഡും നമ്മുടെ എവർഗ്രീൻ ആയിട്ടുള്ള മെക്കാനിക്കൽ, സിവിൽ, ആർക്കിടെക്ചർ, BIM തുടങ്ങിയ എല്ലാ ഫീൽഡും ലിത്വാനിയയിൽ എഞ്ചിനീയറിംഗിന് അവൈലബിൾ ആണെന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്. അതിനോടൊപ്പം തന്നെ പറയട്ടെ, ലിത്വാനിയയിൽ ഇതെല്ലാം തന്നെ വേൾഡ് റാങ്ക് യൂണിവേഴ്സിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റീസ് മറ്റ് യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഇറാസ്മസ് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പാർട്ട്ണർഷിപ്പ് സിസ്റ്റം ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ ലിത്വാനിയയിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ചൂസ് ചെയ്യുന്നത് അവിടെ പഠിച്ചുകൊണ്ട് തന്നെ 1 or 2 സെമസ്റ്റർ മറ്റ് ഫേമസ് യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഡെൻമാർക്ക്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ കൺട്രീസിലെ അവിടുത്തെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസിലേക്ക് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ചിനായിട്ട് പോകാവുന്നതാണ്. ബട്ട് പോകുമ്പോൾ നമുക്ക് അതിന് അഡീഷണൽ കോസ്റ്റ് ഒന്നും വരികയില്ല. അവിടുത്തെ ഫീസ് ചിലപ്പോൾ നമ്മുടേക്കാളും ട്രിപ്പിൾ ആയിരിക്കും. അതും നമ്മൾ പേ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. പോരാത്തതിന് നമ്മൾ പോകുന്നതിനുള്ള എക്സ്പെൻസ് കൂടി നമ്മുടെ ഹോം യൂണിവേഴ്സിറ്റി എടുത്തോളും എന്നുള്ളത് വളരെ അട്രാക്റ്റീവ് കാര്യമാണ്. ഞാനിപ്പോൾ ഇത്രയും ഷെയർ ചെയ്ത പോയിന്റ്സിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് പോയിന്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. സ്വന്തം റിസർച്ച് ശരിക്കും ഡീപ്പായിട്ടൊന്ന് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡീപ്പ് ലെവലിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ.